പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച ദിവസം. ഒരുപക്ഷെ മനുഷ്യ ചരിത്രം ഒരിക്കലും കേൾക്കാത്ത തരത്തിലുള്ള ഒരു വിചാരണയാണ് പീലാത്തോസിന്റെ അരമനയിൽ നടന്നത്. ന്യായാധിപനായ മനുഷ്യൻ തന്നെ, വിചാരണ നടത്തുന്നയാൾ തന്നെ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ പലതവണ വന്നിട്ട് പറയുകയാണ്, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കണ്ടിട്ടില്ല. അങ്ങനെ തീർത്തും നിരപരാധിയാണ് മുമ്പിൽ ഹാജരാക്കപ്പെട്ടവൻ എന്ന് ന്യായാധിപൻ തന്നെ പ്രഖ്യാപിച്ചിട്ട്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പരസ്യമായി കൈ കഴുകിയിട്ട് ഏറ്റവും കൊടിയ ശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ്, അത് വിധിക്കുന്നു. ഒരിക്കലും ലോകത്ത് അതിനു മുമ്പോ ശേഷമോ നടക്കാത്ത സംഭവമാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച ആ അർത്ഥത്തിൽ ഒരുപാട് മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഇത് ഈ വീഡിയോ ഈ ദുഃഖവെള്ളിയാഴ്ചത്തെക്കുറിച്ചുള്ള കുറച്ച് ചിന്തകൾ മാത്രമാണ്. ഇതൊരു പ്രസംഗമല്ല. പ്രസംഗത്തിൻ്റെ ലിങ്ക്, ശരിക്കും ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രസംഗം, അത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ അത് കേൾക്കുക. പ്രിയപ്പെട്ടവരെ, മറ്റൊരു നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച കുരിശിൽ കടന്നുകൊണ്ട് മിശിഹ നിലവിളിക്കുന്നതാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയം തകർക്കുന്ന വിലാപമായിട്ടാണ് നമുക്കത് തോന്നുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഏൽ ഏൽ ലിമ ശബകഥാനി. ഇത് എല്ലാ സുവിശേഷകന്മാരും അതേപടി രേഖപ്പെടുത്തുകയാണ്. ആരും അത് ഒഴിവാക്കുന്നില്ല. ഈശോയുടെ ഉയർപ്പിന് ശേഷമാണ് ഈ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതെന്ന് ഓർക്കുക. ആരും അത് ഒഴിവാക്കുന്നില്ല. അതുപോലെ മറ്റൊരെണ്ണം ഈ കുരിശിൻ്റെ താഴെ നിന്നിട്ട് ഈശോയെ നോക്കി ഈ യഹൂദന്മാർ പറയുന്നതാണ്, ഇവൻ ദൈവത്തെ ആശ്രയിച്ചിരുന്നല്ലോ. നോക്ക്, ഹൃദയം ഭേദിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. ഇതിൻ്റെ എല്ലാം ചേർന്നിട്ട് ചില വിമർശകന്മാർ, അല്ലെങ്കിൽ ഒരുപാട് വർഗീയത മനസ്സിൽ സൂക്ഷിക്കുന്നവരൊക്കെ ചില ചോദ്യം ചോദിക്കാറില്ലേ, ക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് ഈ ലോകത്തിന് എന്ത് ഉപകാരം ഉണ്ടായി? ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേക സന്ദേശം? പ്രിയപ്പെട്ടവരെ, അപാരമായ സന്ദേശമാണ് ദുഃഖവെള്ളിയാഴ്ച തരുന്നത്. ഈ ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും ഒക്കെ തരുന്നതിൽ അപ്പുറം ഒരു സന്ദേശം വേറെ ഒരു മതത്തിലോ ഒരു പ്രത്യയശാസ്ത്രത്തിലോ ഇല്ല. അത്രമാത്രം ശക്തമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് വരെ 3 കൂട്ടരായിട്ടുള്ള ജനങ്ങൾ, അവർ നിരാകരിക്കപ്പെട്ടവരായിരുന്നു, സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരായിരുന്നു, ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണെന്ന് കരുതപ്പെട്ടിരുന്നവരായിരുന്നു. അവർ അന്ധകാരത്തിലായിരുന്നു, അവർ ഇരുട്ടിലായിരുന്നു. ആരൊക്കെയായിരുന്നു അവർ? രോഗികളായ മനുഷ്യർ, അത് ദൈവത്തിൻ്റെ ശാപം പേറുന്നവരാണ്, അവരെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. പാപികളായ മനുഷ്യർ, അത് തെറ്റിൽ വീണുപോയവരാണ്, അവർ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ദരിദ്രർ, അവരും ദൈവത്തിൻ്റെ കൃപാകടാക്ഷത്തിന് പാത്രീഭൂതരാകാത്തവരാണ്. അതുകൊണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ ശാപമായി കരുതി അങ്ങനെയുള്ള മനുഷ്യരെല്ലാം നിസ്സഹായരും നിരാലംബരുമായിട്ട് അങ്ങനെ അവരുടെ ജീവിതം ഒടുങ്ങിപ്പോയിരുന്നു. ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. ആ തരത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. ആരും ദൈവം പോലും ഞങ്ങളെ ശപിച്ചതാണ് എന്നുള്ള ആ ദുഃഖത്തിൻ്റെ ഇരുണ്ട തടവറയിൽ ജീവിച്ച് മരിച്ചുപോയവർ. കുടിലുകളിൽ ജീവിച്ചിരുന്നവർ കുടിലുകളിൽ തന്നെ ജീവിച്ച് മരിച്ചു പോയിരുന്നു. അവർക്കതിൽ നിന്നൊന്നും ഒരു മോക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് വലിയ സാന്ത്വനം വരുന്നത്. ഇതാ, ദൈവം നിങ്ങളോടുകൂടെ സഹിക്കുന്നു, ദൈവം നിങ്ങളോടുകൂടെ മരിക്കുന്നു. നിസ്സഹായന്റെയും നിരാലംബന്റെയും പാപിയുടെയും ഒക്കെ വേദനയിൽ കൂടെ സഹിക്കാൻ ഇതാ ദൈവം വരുന്നു, രക്ഷകൻ വരുന്നു. പ്രിയപ്പെട്ടവരെ, കുറെ നാളുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ലോകത്തിലെ ഏറ്റവും മനോഹരമായ പദം ഏതാണ്? ഒരുപാട് പേര് അമ്മ, അപ്പൻ എന്നൊക്കെ എഴുതി. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് എഴുതി രക്ഷകൻ എന്ന പദമാണ്. ചിലർ അത് അരിശത്തിൻ്റെ കമൻ്റൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടു. ഞാനപ്പോൾ തിരിച്ചു ചോദിച്ചു, എത്രയോ കുഞ്ഞുങ്ങളെയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നു, പുഴയിൽ എറിഞ്ഞിട്ടൊക്കെ കുഞ്ഞുങ്ങളെ എറിഞ്ഞിട്ട് മരിക്കുകയാണ്, ആത്മഹത്യ ചെയ്യുന്നവർ, അമ്മമാർ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ, മരണത്തിലേക്ക് പോകാൻ മടിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ വലിച്ചു കൊണ്ടുവന്ന് കൊന്നുകളയുന്ന അമ്മമാരുള്ള നമ്മൾ എത്രയോ ശോചനീയമായ രംഗമാണ്. അപ്പോൾ രക്ഷകൻ എന്നുള്ള പദം, അതായത് നിസ്സഹായതയിലും
ആ, രക്ഷിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ രക്ഷയുടെ കരവുമായിട്ട് വരുന്ന ആളേക്കാൾ, ആ പദത്തേക്കാൾ മനോഹരമായിട്ടുള്ള ഏത് പദമാണുള്ളത്? മിശിഹ രക്ഷകനാകുകയാണ്, മനുഷ്യകുലത്തിന്റെ രക്ഷകൻ. നമ്മൾ മുമ്പേ പറഞ്ഞവരുടെ എല്ലാം രക്ഷകനാകുകയാണ്. അതാണ് ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ ഏറ്റവും വലിയ സാന്ത്വനം. ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യർക്കും, എല്ലാ നിരാലംബർക്കും വലിയ സാന്ത്വനം. ഇതാ ദൈവം കൂടെ സഹിക്കുന്നു. അതിലപ്പുറം സാന്ത്വനം എന്താണ് പ്രിയപ്പെട്ടവരെ വേണ്ടത്? അങ്ങനെ ഒരു സമാശ്വാസം, അത് പകർന്നു നൽകുന്ന വലിയ പ്രതീക്ഷയും സാന്ത്വനവും എന്തുമാത്രമാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ഈ കുഞ്ഞുങ്ങളെയുമായിട്ട് ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോൾ, അപ്പോൾ അവര് കാറി കൂവി നിലവിളിക്കുകയാണ് ഈ സിറിഞ്ചൊക്കെ കാണുമ്പോൾ, സിസ്റ്റേഴ്സ് വരുന്നതൊക്കെ കാണുമ്പോൾ. പക്ഷെ ആ സമയത്ത് ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അമ്മയോ അപ്പനോ അവരുടെ കരം പിടിച്ചിട്ട് മോനെ മോളെ പപ്പ കൂടെയുണ്ട്, മമ്മി കൂടെയുണ്ട്, ധൈര്യമായിട്ടിരിക്കുക, ഇതൊരു ഉറുമ്പ് കടിക്കുന്ന വേദനയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വേദനയ്ക്ക് വ്യത്യാസം വരുന്നില്ലല്ലോ. പക്ഷേ ഈ ഈ അമ്മയുടെ അപ്പൻ്റെയും കരം, ആ സാന്ത്വനം, ആ ഒരുമിച്ച് കൂടെയുണ്ട് എന്നുള്ള അത് നൽകുന്ന പ്രതീക്ഷ. അപ്പോൾ കുഞ്ഞ് ആ വേദന സ്വീകരിക്കുന്നു. ഇതാണ് മനുഷ്യകുലത്തിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം, ദുഃഖവെള്ളിയാഴ്ച നൽകിയ ഏറ്റവും വലിയ സമ്മാനം. ഞാൻ ഒരു കഥയോർക്കുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ്, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു കഥയാണ്. അവിടെ ഒരു പ്രായമായ മനുഷ്യൻ, അദ്ദേഹം ചെറുപ്പകാലത്തൊക്കെ നല്ലപോലെ പ്രാർത്ഥനയെല്ലാമായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ആ സമയത്ത് ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണുമ്പോൾ ഇതാണ്, കടൽ തീരത്തുകൂടെ അദ്ദേഹം നടക്കുകയാണ്. കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ ഇതാ അവിടെ 4 കാലുകൾ അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ഇതെന്താണ് ഈ 2 കാലുകൾ എന്ന് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം, ഇത് എൻ്റെ കാലുകളാണ്, ഞാൻ നിന്റെ കരം പിടിച്ച് നടക്കുകയാണ്. വലിയ സന്തോഷമായിട്ട് അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളായി, ദുരിതങ്ങളായി, അദ്ദേഹം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. നിരാശനായി ദൈവത്തോട് പരിഭവിക്കുകയാണ്. രാത്രിയിൽ അപ്പോൾ അതുപോലെ ഒരു സ്വപ്നം കാണുന്നു. അദ്ദേഹം ആകാംക്ഷയോടെ നോക്കുകയാണ് കടൽ തീരത്ത്. ദൈവത്തിൻ്റെ കാല് തിരയുമ്പോൾ ദൈവത്തിൻ്റെ കാലില്ല. 2 കാൽപാദങ്ങൾ മാത്രമേ ഉള്ളൂ, അത് അയാളുടെ കാൽപാദങ്ങൾ മാത്രമാണ് എന്നയാൾ വിചാരിക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് പരിഭവിച്ച് പറയുകയാണ്, നോക്കൂ, എൻ്റെ വേദനകളിൽ എന്നോട് കൂടെ ഇല്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം, നോക്കൂ, ആ കാലിലേക്ക് നോക്കൂ, അതെൻ്റെ കാൽപാദങ്ങളാണ്, ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഏറ്റവും വലിയ സാന്ത്വനം, ദുഃഖവെള്ളിയാഴ്ച പകരുന്ന സാന്ത്വനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്, എവിടെയൊക്കെ നിരപരാധികൾ മരിക്കുന്നുവോ അവിടെ ദൈവമാണ് മരിക്കുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഒരു നിരപരാധിയെ നാം പീഡിപ്പിച്ചുകൂടാ, ഒരു നിരപരാധിക്കെതിരെയും നാം പെരുമാറിക്കൂടാ. അവിടെയൊക്കെ ദൈവമാണ് വധിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എൻ്റെ മനസ്സിന് ഏറ്റവും അധികം സങ്കടം വരുത്തിയ ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവം, ആബേൽ എന്ന് പറയും. നോക്കൂ, എന്തൊരു നിമിത്തമാണ്, അതൊക്കെ എങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും? ബൈബിളിൻ്റെ ആദ്യത്തെ ആളുകളിൽ കൊല്ലപ്പെടുന്ന ആബേൽ എന്ന നിഷ്കളങ്കനായ മനുഷ്യൻ, ഇവിടെ ആബേൽ എന്ന് പറയുന്ന 6 വയസ്സുള്ള ഒരു പാവം കുഞ്ഞ്, ആ കുഞ്ഞിനെ ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നു. ഒരു കാലൻ, മൃഗം പോലും അല്ലാത്ത പിശാചായി മാറുന്നു മനുഷ്യൻ, മൃഗം പോലും ചെയ്യാത്തത്. അപ്പോൾ ആ കുഞ്ഞ് നിഷ്കളങ്കനെ ഒന്നും അറിയാതെ പറയുന്നു, ഞാൻ അമ്മയോട് പറയും എന്ന് പറയുമ്പോൾ അവനെ കുളത്തിൽ തള്ളിയിടുന്നു. ആ കുഞ്ഞ് അവിടെ നിന്ന് കയറി വരാൻ തുടങ്ങുമ്പോൾ അതിനെ തള്ളി ചവിട്ടിത്താഴ്ത്തി കൊന്നുകളയുന്ന ഒരു പിശാച്, മനുഷ്യന് മാറി മൃഗം പോലും ചെയ്യാത്ത പിശാചുക്കളുടെ നാടായിട്ട് നമ്മുടെ നാട് മാറുന്നു. പ്രിയപ്പെട്ടവരെ, നിരപരാധികൾ മരിക്കുമ്പോൾ, നിഷ്കളങ്കർ മരിക്കുമ്പോൾ ദൈവം മരിക്കുകയാണ്. ഞാൻ ഒരു സംഭവം ഓർക്കുന്നു. സൊമാലിയയിൽ വലിയ ദുരിതങ്ങളുണ്ടാകും, പട്ടിണിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടെന്നറിഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞ് മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഇങ്ങനെ വരികയാണ്. 14 കിലോമീറ്റർ സഞ്ചരിച്ച് അവർ വന്നു. അവസാനം വന്നപ്പോൾ ഈ കുഞ്ഞ്, അവർക്ക് അല്പം ഭക്ഷണം കിട്ടി. പക്ഷെ ആ ഭക്ഷണപാത്രത്തിൻ്റെ മുമ്പിലേക്ക് ജലീകരണമൊക്കെ വന്ന് ആ കുഞ്ഞ് അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കണ്ടിട്ട് ഒരു മനുഷ്യൻ ഹൃദയം തകർന്ന് വിലപിക്കുകയാണ്, ഗോഡ്, വേർ ഈസ് ഗോഡ്? ദൈവം എവിടെയാണ്?
അപ്പോൾ അത് കണ്ടിട്ട് മറ്റൊരാൾ ഈ കുഞ്ഞിനെ കൈ ചൂണ്ടി പറയാണ്, മൈ ഗോഡ് ഈസ് ഡൈയിങ് ഹിയർ, എൻ്റെ ദൈവം ഇവിടെ മരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ തത്വശാസ്ത്രം, ദർശനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഈ ദുഃഖവള്ളി വലിയ സാന്ത്വനമാണ്, വലിയ തരത്തിലുള്ള തിരിച്ചറിവുകൾ നമ്മുടെ മനസ്സിൽ സമ്മാനിക്കുന്ന ദിവസമാണ്. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഈ ദുഃഖവള്ളിയിൽ 2 കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഒന്ന് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ്, 2 ഈശോ ഒറ്റിക്കൊടുത്ത യൂദാസ്. നമ്മുടെ മനസ്സ് ഏത് വഴിയാണ് പോകുന്നതെന്നോ, 2 പേരുടെയും ഭാഗത്ത് തെറ്റുകളുണ്ടായി. പക്ഷെ ഒരാൾ തിരിച്ചു വന്നു, ഒരാൾ ആത്മഹത്യ ചെയ്തു, ജീവിതം അവസാനിപ്പിച്ചു. നമ്മുടെ എല്ലാം മനസ്സിൽ ഈ 2 തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ഇതിൽ ഏതാണ് വിജയം പ്രാപിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. ഞാൻ ഓർക്കുന്നത് പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ്, ലൂയിസ് സ്റ്റീവൻസിൻ്റെ കഥയാണ്. അവിടെ ആ കഥയുടെ പേരിതാണ്, ഡോക്ടർ നിക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്നാണ് ആ കഥയുടെ പേര്. അപ്പോൾ ഈ ഡോക്ടർ നിക്കിൽ, അദ്ദേഹം തൻ്റെ വക്കീലിനോട് പറയാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ സ്വത്തുക്കളെല്ലാം മിസ്റ്റർ ഹൈഡിനാണ്. അപ്പോൾ അങ്ങനെ ഈ ഹൈഡ് എന്ന് പറഞ്ഞാൽ മഹാ ആഭാസനായ ഒരു മനുഷ്യൻ. ഡോക്ടർ നിക്കിൽ, അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാലങ്ങൾ കഴിയുമ്പോൾ ഈ മിസ്റ്റർ ഹൈഡ് ഒരു കൊലപാതകം നടത്തി അയാൾ ഒളിവ് പോവുകയാണ്. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഡോക്ടർ നിക്കിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റം വരികയാണ്. അദ്ദേഹം ഒരു മുറിയിലേക്ക് കയറിപ്പോകുന്നു. പിന്നീട് അയാൾ പുറത്തു വരുന്നില്ല. അയാൾ വേലക്കാരോട് ഭക്ഷണം അവിടെ തരാൻ പറയുന്നു. അകത്ത് അയാൾ ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ എന്നും വാങ്ങിക്കാറുള്ള കുറച്ച് മരുന്നുകൾ ഇങ്ങനെ വാങ്ങിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വേലക്കാർക്ക് വലിയ ആശങ്കയായി. അവർ ഈ വക്കീലിനെ വിളിച്ചു വരുത്തുകയാണ്. വക്കീൽ വന്ന് വിളിക്കുന്ന സമയത്ത് വേലക്കാർ ആശങ്ക പറയുകയാണ്, ഇതിൻ്റെ ഉള്ളിൽ മിസ്റ്റർ ഹൈഡ് ഉണ്ട് എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. അവർ ഡോക്ടറിനെ എന്തെങ്കിലും ചെയ്തോ എന്ന് പോലും ഞങ്ങൾക്ക് ഭീതിയുണ്ടെന്ന് പറയുന്നു. ഇവിടെ നിന്ന് വക്കീൽ വിളിക്കുന്ന സമയത്ത് പറയുന്നു, അകത്തേക്ക് ആരും കയറി വരരുതെന്ന് കർശനമായ താക്കീതാണ്. അപ്പോൾ സംഭവം എന്തോ കൈവിട്ടു പോയി എന്ന് കരുതി ഇവരെല്ലാം കൂടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുമ്പോൾ നിലത്തുള്ള ഒരാൾ മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടക്കുന്ന ആരെന്നവർക്ക് മനസ്സിലാകാതെ പോകുന്നു. അത് മിസ്റ്റർ ഹൈഡാണോ അതോ ഡോക്ടർ ജെക്കിലാണോ എന്നറിയാൻ മേലാതെ പോകുന്നു. അപ്പോൾ ഒരു മേശപ്പുറത്ത് ഒരു കത്ത്, അത് ഡോക്ടർ ജെക്കിലിൻ്റെയാണ്. അതിലെഴുതിയിരിക്കുന്നു, ഉറങ്ങാൻ കിടന്നത് ഡോക്ടർ ജെക്കിലാണ്, പക്ഷെ ഉണർന്നെണീറ്റത് മിസ്റ്റർ ഹൈഡാണ്. പിന്നീടാണ് ആ കഥ അനാവരണം ചെയ്യപ്പെടുന്നത്. എല്ലാ രാത്രിയിലും ഒരു മരുന്ന് കഴിച്ചിട്ട് ഈ ഡോക്ടർ ആഭാസത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് പോവുകയാണ്. എല്ലാ സുഖലോലുപതകളും ആസ്വദിക്കണമെന്ന ചിന്തയിലെ അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തെ മിസ്റ്റർ ഹൈഡാക്കുകയാണ്. രാവിലെ വീണ്ടും വേറൊരു മരുന്ന് കഴിച്ചിട്ട് മാന്യനായ മനുഷ്യനായ ഡോക്ടർ ജക്കീലായി അദ്ദേഹം തിരിച്ചു വരികയാണ്. കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ആഭാസത്തിൻ്റെ മേഖലയിൽ ഒരുപാട് വ്യാപരിച്ച മിസ്റ്റർ ഹൈഡിന്, അല്ലെങ്കിൽ ഡോക്ടർ ജക്കീലിന് മരുന്ന് കഴിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റുന്നില്ല. മിസ്റ്റർ ഹൈഡായിട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഈ കള്ളത്തരം പുറത്തു വരാതിരിക്കാൻ വേണ്ടി അയാൾ വാതിലടച്ചകത്തിരിക്കുകയാണ്. അപ്പം ഡോക്ടർ ജക്കിലിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല, മിസ്റ്റർ ഹൈഡായി തന്നെ അവസാനിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് 2 സാധ്യതകൾ, മനുഷ്യവ്യക്തിത്വത്തിൻ്റെ 2 സാധ്യതകൾ, ദ്വന്ദ്വാത്മകതകൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. പത്രോസ്ലിഹായും യൂദാസും. പത്രോസ്ലിഹ തെറ്റുപറ്റിയിട്ടും ഞാൻ ഈ മനുഷ്യനെ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞിട്ടും പത്രോസ് തിരിച്ചു വന്നു പശ്ചാത്തപിച്ച്. പക്ഷേ യൂദാസ് ഈ തെറ്റിൻ്റെ വഴികളിൽ തന്നെ പോയതിനാൽ അയാൾക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ദുഃഖവെള്ളിയാഴ്ച ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിനെ ഭരിക്കട്ടെ. ഒരിക്കൽ കൂടി പറയുന്നു, ദുഃഖവെള്ളിയുടെ പ്രസംഗം അതല്പം വ്യത്യസ്തമാണ്. അത് ആഗ്രഹമുള്ളവർക്ക് ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ശ്രമിക്കാവുന്നതാണ്. മനുഷ്യരക്ഷയുടെ ഏറ്റവും മഹത്തായ ദിനത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം തരുന്നു. Subscribe now and press the bell icon. Never miss an update.